നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി. ആദി, പൂജയെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? അവളെ കാണാനല്ലേ താൻ വന്നത്? അതെ. താൻ അന്വേഷിക്കുന്ന തിരുമേനി ഞാന്, ജയദേവൻ. എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ദേവി തന്നെ ഈ നടയിലെത്തിക്കുമെന്ന്. പൂജയെ കാണണ്ടേ? വേണം. ഞാൻ കൊണ്ടുപോവാ. അവൾ എന്റെ വീട്ടിൽ സുരക്ഷിതയാണ്. എനിക്കിവിടെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. ഒരു 10 മിനിറ്റ് താനൊന്ന് വെയിറ്റ് ചെയ്യും. ഓ ശരി തിരുമേനി. ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്താ എത്ര സന്തോഷം? വന്ന കാര്യം സാധിച്ചോ? സാധിച്ചു. ഞാൻ പറഞ്ഞില്ലേ, വഴിപാട് നടത്തണ്ട, ചീട്ട് എഴുതിയാ മതി. അതിനു മുമ്പേ അമ്മ കാര്യം നടത്തി തരും. അത്രയ്ക്ക് ശക്തിയാ. പൂജയ്ക്ക് ഞാൻ ഒരു സമ്മാനവും കൊണ്ടാ വന്നിരിക്കുന്നത്. തലേക്കാവിലമ്മ തന്നയിച്ച സമ്മാനോ. അമ്മ തന്ന സമ്മാനമായിരുന്നു താൻ. പക്ഷേ എനിക്കത് വിധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ സമ്മാനം അങ്ങനെയല്ല. തനിക്ക് വിധിക്കപ്പെട്ട സമ്മാനം തന്നെയാ. വന്നു അല്ല, കൊണ്ടുവന്നു. അമ്മ കൊണ്ടുവന്ന് തന്നു. മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? എവിടെയായിരുന്നു താൻ? ഇപ്പൊ തന്നെ എല്ലാം ചോദിച്ചറിയണോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ആദ്യം പൂജ പോയി ആദ്യക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തു കൊടുക്ക. ചെല്ലു.
അതെ, ഈ ക്ഷേത്രത്തിലെ പൂജാരി ഇവിടെ താമസം. ഇവിടെ തൊട്ടപ്പുറത്ത് പാണ്ഡവർക്കാവില. തിരുമേനി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂല്ലോ. ആരാ? എവിടെന്നാ? ഞാൻ കണ്ടോളാം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ദേവിയെ കാണുന്നില്ലേ? നല്ല ശക്തിയുള്ള ദേവിയാ. ഇവിടുന്നൊരു പൂമാല വാങ്ങി നടക്കി വെച്ചാലേ വന്ന കാര്യം സാധിക്കും. സാറ് പോലീസാണോ? ഇതേതായി പുതിയ മാമൻ? ആ ഇത് അച്ഛന്റെ ഒരു ഫ്രണ്ടാ മോളെ, ആദിത്യൻ. ഹലോ അങ്കിൾ. ഹലോ. എന്റെ മോളാ ദുർഗ. അറിയാം. വിശേഷങ്ങൾ പൂജ പറഞ്ഞു. പൂജയോ? ഏത് പൂജ? പൂജയല്ല, പൂർണിമ. അതെ അതെ, എനിക്ക് പേര് മാറിപ്പോയതാ. ഞാനിപ്പോഴാണല്ലോ ഈ കുട്ടിയെ പരിചയപ്പെട്ടത്. മോള് പോയി കുളിച്ച് വേഷം മാറി വാ. അപ്പോഴത്തേക്കും ചേച്ചി കാപ്പി എടുത്തു വെക്കും. ചേച്ചിയല്ല, അമ്മ. ഞാൻ വിളിമാറ്റിയ കാര്യം അച്ഛൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു അറിഞ്ഞു. പൂർണിമ പറഞ്ഞു. മോളെ മോളിച്ചില്ല. അവൾക്ക് ഈ കുട്ടിയെ ജീവനാ. വളരെ പെട്ടെന്ന് അവർ തമ്മിൽ ഒരുപാട് അടുത്തു. തോന്നി. ആരാ വന്നത്? എസ് ശരവണ്ണ. അയാള് ഞങ്ങളെ തേടി വന്നതാ. ഞങ്ങളെ കണ്ട ആകെ കുഴപ്പ. കാണില്ല. പോരെ, മോള് അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് പോയിരിക്കേ. തിരുമേനി പറഞ്ഞില്ലേ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നോക്കിക്കോളാം. എന്തു പറ്റി? ആരാ? ഞാൻ ശരവണൻ. അങ്ങ് വട്ടിയൂർക്കാവെന്ന് വരുവാ. അവിടെ SI. ഓ, ഇരിക്കണം സർ. ഇരിക്കാൻ തന്നെയാ വന്നത്. അല്ലെങ്കിൽ ഇത്രയും ദൂരം മെനക്കെട്ട് വരത്തില്ലല്ലോ. ജയദേവൻ തിരുമേനി അല്ലേ? അതെ. ഞാൻ ഈ പരിസരത്തൊക്കെ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു. പോലീസുകാരനായി പോയില്ലേ, അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. താനെന്താ നിന്ന് വിയർക്കുന്നത്? പണി ക്ഷേത്രം ശാന്തിയായി പോയില്ല സാറേ. ശ്രീകോവിലിൽ ദീപപ്രഭയുടെ ചൂട്, തിടപ്പള്ളിയിൽ നേതി ഉണ്ടാക്കുന്ന അടുപ്പിന്റെ ചൂട്, പ്രസാദം കൊടുക്കുമ്പോൾ ഭക്തന്റെ മനസ്സിന്റെ ചൂട്.
ചുറ്റും ചൂടോടെ ചൂടല്ലേ, പിന്നെങ്ങനെ വേർക്കാതിരിക്കും? കൊള്ളാലോ, തിരുമേനി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതും പണിയുടെ ഭാഗമായിരിക്കും അല്ലേ? അല്ല, സാറ് വന്ന കാര്യം പറഞ്ഞില്ല. ഈ ആദ്യം പൂജ എവിടെയുള്ളേ?